ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു ബസ് സ്റ്റാൻഡ് വ്ളോഗായാലോ. നമ്മൾ പല യാത്രകളുടെയും ഭാഗമായിട്ട് ബസ് സ്റ്റാൻഡുകളിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ഒരു ബസ് സ്റ്റാൻഡ് അഥവാ ബസ് ടെർമിനൽ മാത്രമായിട്ടൊരു വ്ളോഗ് ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബസ് ടെർമിനസ് കാണണമെങ്കിൽ നേരെ ചെന്നൈയിലേക്ക് വന്നോളൂ. ചെന്നൈയിലുള്ള കിലാംബാക്കത്താണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബസ് ടെർമിനസ് ഉള്ളത്. അവിടെ വെറുതെ ബസ് സ്റ്റാൻഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണത്, കലൈജ്ഞർ സെനറ്ററി ബസ് ടെർമിനസ് അഥവാ KCBT കിലാംബാക്കം. ശ്രദ്ധിച്ചോളൂ, കിലാംബാക്കമാണ്. കാരണം വേറെ ഒരു കേലംബാക്കവും ചെന്നൈയിലുണ്ട്. ചുമ്മാ ഡയലോഗ് അടിച്ച് സമയം കളയുന്നില്ല. അപ്പം നമുക്ക് നേരെ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം. ചെന്നൈയിൽ മൊത്തത്തിൽ 3 ബസ് ടെർമിനസാണ് ഉള്ളത്. ഒന്ന് കോയമ്പേട് ആയിരുന്നു ഇത് വരുന്നതിന് മുമ്പ് വരെ ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് ടെർമിനൽ. ഇപ്പോൾ കോയമ്പേട് ബസ് ടെർമിനസ് ഇപ്പോൾ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെയുള്ള ബസ്സുകളും എല്ലാം തന്നെ ഈ കിലാംബാക്കത്തേക്ക് മാറ്റി. പിന്നെ ഉള്ളത് മാധവരം, അവിടെയാണ് ആന്ധ്ര സൈഡിൽ നിന്ന് വരുന്ന ബസ്സുകൾ കുറേയൊക്കെ ഉള്ളത്. ആന്ധ്ര ബസ്സുകൾ ഇവിടെയും ഉണ്ട്. പിന്നെ നമ്മുടെ കേരള ബസ്സുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം 2023 ഡിസംബർ 30-നാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ഇവിടുത്തെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ശ്രീ MK സ്റ്റാലിൻ. ഈ ഒരു സ്ഥലം ആക്ച്വലി ചെങ്കൽപ്പെട്ട് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ വരിക. നമുക്ക് അകത്തേക്ക് പോവാം. നമ്മുടെ സുഹൃത്ത് ബാലയെ പരമകുടിയിലേക്കുള്ള ബസ് കയറ്റി വിടാനാണ് ഞാനിപ്പോൾ വന്നത് ഇങ്ങോട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനോഗ്രേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബസ് ഇറങ്ങി വരുന്നവർക്ക് പ്രീപെയ്ഡ് ഓട്ടോ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ചെന്നൈയുടെ പല ഭാഗങ്ങളിലേക്ക് നമ്മുടെ ഫ്രെയിമിൽ കാണുന്ന ആ ബസ് ഉണ്ടല്ലോ, അത് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള MTC ബസ് സ്റ്റാൻഡിലേക്ക് പോകാനുള്ളതാണ്. ഇപ്പോൾ എയർപോർട്ടിനോട് കിടപിടിക്കാവുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ചുമ്മാ തള്ളിവിടുന്നതല്ല, ശരിക്കും ഇതിൻ്റെ ഒരു എൻട്രി ഏരിയ കാണുമ്പോൾ തന്നെ നമുക്കൊരു എയർപോർട്ട് ഫീല് വരുന്നുണ്ട് അല്ലേ. തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കരുണാനിധിയുടെ 100ാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ബസ് ടെർമിനസിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ജനങ്ങൾക്കായി സമർപ്പിച്ചത്. തമിഴ്നാട്ടിലെ ജനങ്ങൾ സ്നേഹത്തോടും ആദരവോടും കൂടി ഇദ്ദേഹത്തെ കലൈജ്ഞർ എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ MK സ്റ്റാലിൻ. അപ്പോൾ ഇവിടെ തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഒക്കെ ഉണ്ട്. നമുക്ക് എൻട്രൻസ് ഹാളിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു വലിയ ഡിസ്പ്ലേ ബോർഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധൃതിയിൽ വരുന്നവർക്കൊക്കെ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഏത് വണ്ടിയിൽ പെട്ടെന്ന് അറിഞ്ഞ് പോകാൻ പറ്റും. തമിഴ്നാടിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കുള്ള ബസ് സർവീസ് ഇവിടുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് 16ഓളം പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഉള്ള ഒരു സ്പേസ് ഇവിടെ ഈ ഹാളിൽ നിന്നാണ് മാറുന്നത്. ഇപ്പം എനിക്ക് ചുറ്റുള്ള ഏരിയയിൽ 1, 2, 3 അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള സ്പേസ് ഉണ്ട്. അതായത് വഴികൾ പോകുന്നുണ്ട്. സേ നോ ടു പ്ലാസ്റ്റിക് ആൻഡ് സേവ് വേൾഡ്, ഡു സംതിങ് ഫാന്റാസ്റ്റിക്. സോ ഈ ഒരു ബസ് സ്റ്റേഷൻ പ്ലാസ്റ്റിക് ഫ്രീ സോണാണ്. സോ ഇവിടെ വരുന്ന യാത്രക്കാരും അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബസ് സ്റ്റേഷനിൽ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ വരുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് വയ്യായിട്ടാവുകയാണ്, അവർക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ അതിനായിട്ടുള്ളൊരു ഹോസ്പിറ്റൽ, അതായത് ഒരു ഫസ്റ്റ് എയ്ഡ് സെൻറ്റർ പോലെ കാവേരി ഹോസ്പിറ്റൽസും അതുപോലെ തമിഴ്നാട് ഗവൺമെൻറ്റും ചേർന്ന് നടത്തുന്ന ഒരു സംഭവമാണ്. അതെന്തായാലും വളരെ എനിക്ക് യൂസ്ഫുള്ളായി തോന്നി. കാരണം പ്രായമായവർ ഒരുപാട് പേര് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു വീക്ക് ഡേയ്സിൽ ഏതാണ്ട് 30,000-ഓളം പേര് ഒരു ഡേ ഈ ഒരു ബസ് സ്റ്റാൻഡ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ പ്രകാരം. അതുപോലെ വീക്കെൻഡ്സിലും അതുപോലെ ഏതെങ്കിലും ഫെസ്റ്റിവൽ സീസണിലൊക്കെ ആണെങ്കിൽ പെർ ഡേ അത് ഏതാണ്ട് 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെ പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ്. സോ അതിനുള്ള ഫെസിലിറ്റീസൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് സെൻറ്ററിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അത്യാവശ്യം മരുന്നുകളൊക്കെ കിട്ടുന്നൊരു ഫാർമസി ഉണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഓരോ ബസ് ബേകളിലേക്ക് പോവാം. ഇതിന് മുകളിലായിട്ട് ലേഡീസ് പാസഞ്ചർ ഡോർമെറ്ററി ഉണ്ട്.
ആദ്യം നമ്മൾ പോകുന്നത് 1 and 2 പ്ലാറ്റ്ഫോംസിലേക്കാണ്. ഇവിടെ മെയിൽ, ഫീമെയിൽ ആൻഡ് ട്രാൻസ്ജെൻഡേഴ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള റെസ്റ്റ് റൂംസ് ഉണ്ട്. അതുപോലെ തന്നെ ഹാൻഡിക്യാപ്ഡ് പേഴ്സണിനും. നമ്മൾ ബാത്റൂമിനകത്തുള്ള കാഴ്ചകൾ കാണിക്കുന്നില്ല, പക്ഷേ അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ തന്നെ ഉണ്ട്. ഇനി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയാൽ നമ്മൾ ഇവിടെ നിന്ന് ഏതൊക്കെ ബസ്സുകളാണ് ഡിപ്പാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ബസ് സ്റ്റേഷനിൽ വന്നതിന് ശേഷം ആദ്യം കണ്ട ബസ് ഇതാണ്. ഇത് ചെന്നൈയിൽ നിന്നും തിരുനെൽവേലി പോകുന്ന ബസ്സുകളാണ്. തിരുനെൽവേലി തൂത്തുക്കുടി സൈഡിലേക്കൊക്കെ പോകുന്ന ബസ്സുകളാണ് ഇവിടെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലുള്ളത്. അവിടെ പക്ഷേ തിരക്ക് കുറച്ച് കുറവാണ്. നമുക്ക് രണ്ടാമത്തെ പ്ലാറ്റ്ഫോം മുതലുള്ള ബസ്സുകളെ കുറിച്ച് നോക്കാം. രണ്ടാം പ്ലാറ്റ്ഫോമിൽ ഞാൻ ആദ്യം കണ്ടത് നാഗർകോവിലിലേക്കുള്ള ബസ്സുകളാണ്. നാഗർകോവിൽ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തിനോട് വളരെ അടുത്ത് കിടക്കുന്നൊരു തമിഴ്നാട്ടിലെ ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ കന്യാകുമാരിക്കൊക്കെ അടുത്തുള്ളൊരു സ്ഥലം. അതുപോലെ തന്നെ മൂന്നാം പ്ലാറ്റ്ഫോമിൽ മധുരൈ, രാമേശ്വരം, കാരൈക്കുടി ഒക്കെ പോകുന്ന SETCയുടെ ബസ്സുകൾ കിടപ്പുണ്ട്. അതിനനുസരിച്ചുള്ള അനൗൺസ്മെൻറ്റ് തമിഴിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാ പ്ലാറ്റ്ഫോംസിലും ഡ്രിങ്കിങ് വാട്ടർ സൗകര്യമുണ്ട്. അത്യാവശ്യം പ്യുവർ വാട്ടറാണ്. അതുപോലെ തന്നെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഫുഡ് ഔട്ട്ലെറ്റ്സും ഉണ്ട്. നാലാം പ്ലാറ്റ്ഫോമിൽ ഡിണ്ടിഗൽ, പൊള്ളാച്ചി, അതുപോലെ തന്നെ കുംഭകോണം, തഞ്ചാവൂരൊക്കെ പോകുന്ന ബസ്സുകളാണ് കിടപ്പുള്ളത്. മലയാളികൾ ഒരുപാട് വരുന്ന പഴനി ക്ഷേത്രമുള്ളത് ഡിണ്ടിഗൽ ഡിസ്ട്രിക്റ്റിലാണ്. അതുപോലെ തന്നെ തഞ്ചാവൂരും കുംഭകോണവും എല്ലാം തന്നെ ക്ഷേത്ര നഗരങ്ങളാണ്. അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ പുതുക്കോട്ടൈ ബസ്സുണ്ട്. അതുപോലെ തന്നെ ട്രിച്ചി അഥവാ തിരുച്ചിറപ്പള്ളി, പിന്നെ തേനിയിലേക്ക് പോകുന്നത് നാഗപട്ടണം, പേരാമ്പല്ലൂർ എല്ലാം അഞ്ചാം പ്ലാറ്റ്ഫോമിലാണ്. ഇനി ഈ ബസ് സ്റ്റേഷനിലെ ഏറ്റവും തിരക്കേറിയ പ്ലാറ്റ്ഫോമുകളായ 6, 7ലേക്ക് പോവാം. 6, 7 പ്ലാറ്റ്ഫോമുകളിൽ കോയമ്പത്തൂർ, സേലം, ഊട്ടി, നാമക്കൽ, ഈറോഡ്, തിരുപ്പൂർ, മേട്ടുപ്പാളയം, പാലക്കാട്, ഗുരുവായൂർ, എറണാകുളം ബസ്സുകളാണ് ഉള്ളത്. അഥവാ കോയമ്പത്തൂരിലേക്ക് പോകുന്ന ബസ്സുകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. തമിഴ്നാട്ടിൽ ചെന്നൈക്ക് ശേഷം രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരമാണ് കോവൈ എന്നറിയപ്പെടുന്ന കോയമ്പത്തൂർ. കേരളത്തിനോട് അതിർത്തി പങ്കിടുന്ന ജില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ഒരുപാട് ബസ്സുകളുണ്ട്. 6ാം പ്ലാറ്റ്ഫോമിലെ ഫസ്റ്റ് ബേയിലെ കേരള ബസ്സസിനുള്ളൊരു ഏരിയ ആണ്. ഇവിടുത്തെ 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ KSRTCയുടെ ബസ് കിടപ്പുണ്ട്. എറണാകുളം പോകുന്ന ബസ്. അപ്പോൾ ഇവിടുന്ന് ചെങ്കൽപ്പേട്ട്, ദിണ്ടിവനം, സേലം, കോയമ്പത്തൂർ, പാലക്കാട്, തൃശ്ശൂർ വഴി എറണാകുളം പോകുന്ന നമ്മുടെ സ്വന്തം KSRTC ഗരുഡ ചെന്നൈ ടു എറണാകുളം അഥവാ കൊച്ചിൻ. നേരെ ഓപ്പോസിറ്റിലുള്ള 7ാം പ്ലാറ്റ്ഫോമിൽ ഒരു AC ബസ് കിടപ്പുണ്ട്. ഇത് വന്നിട്ട് തിരുവണ്ണാമലയിൽ പോകുന്നതാണ്. നമ്മളിപ്പോൾ റീസെൻ്റ്ലി തിരുവണ്ണാമല വിസിറ്റ് നടത്തിയിരുന്നല്ലോ. തിരുവണ്ണാമലയും പോണ്ടിച്ചേരിയും ഒക്കെ ചുരുക്കം ബസ്സുകളെ ഈ ഒരു ബസ് സ്റ്റേഷനിൽ നിന്നുള്ളൂ. കൂടുതൽ ബസ്സുകൾ മാധവരം ബസ് സ്റ്റേഷനിൽ നിന്നാണ്. ഇനി 6ാം പ്ലാറ്റ്ഫോമിലെ മറ്റ് ബസ്സുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വേളാങ്കണ്ണി ബസ്സുണ്ട്. അതുപോലെ തന്നെ സേലം ബസ് കിടപ്പുണ്ട്, ഈറോഡ് ബസ് കിടപ്പുണ്ട്. ഇനി നമുക്ക് 8ാം പ്ലാറ്റ്ഫോമിലേക്ക് പോവാം. 8ൽ ആദ്യം കണ്ടത് ചിദംബരം ബസ്സാണ്, നമ്മുടെ ബാലയുടെ നാട്. അതുപോലെ തന്നെ കടലൂരിലേക്കുള്ള ബസ്. അപ്പോൾ ഇവിടെ ചിദംബരം, നെയ്വേലി, കടലൂർ, പോണ്ടിച്ചേരി, വിഴുപ്പുരം ഒക്കെ പോകുന്ന ബസ്സുകളാണ് ഇവിടെ 8, 9 പ്ലാറ്റ്ഫോമുകളിലായിട്ട് ഉള്ളത്. ഇനി നമ്മൾ 10ാം പ്ലാറ്റ്ഫോമിലേക്ക് പോവാം. പ്രൈവറ്റ് ബസ്. കിലാമ്പാക്കം ബസ് സ്റ്റേഷനിൽ എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ബസ്സസിന് വേണ്ടി മാത്രമല്ല പ്രൈവറ്റ് ബസ് അഥവാ ഒമിനി ബസ്സസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും ഉണ്ട്. അത് പല ബസ് സ്റ്റേഷനുകളിലും ഉണ്ടാവാറില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ കേരളത്തിലേക്കൊക്കെ ഉള്ള പ്രൈവറ്റ് ബസ്സസ് ഇവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ബസ്സസും ഉണ്ട്, പക്ഷേ അതിൽ കൂടുതൽ ബസ്സസ് ഇതുവഴി കടന്നു പോകുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടിയും ലേറ്റ് ആയാൽ ഒരു 10:30, 11 മണിക്കൊക്കെയാണ് കൂടുതലായിട്ടും പ്രൈവറ്റ് ബസ്സസ് ഇവിടെ വരിക. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല ബേസും കാലിയായി കിടപ്പുള്ളത്. എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സീറ്റ്സൊക്കെ തന്നെ വളരെ കംഫർട്ടബിളാണ്. സോ എന്താ ഇപ്പോൾ സീറ്റിലിരിക്കാൻ നല്ല ബാക്കിലേക്കൊക്കെ നല്ല പുഷിങ്ങൊക്കെ ഉള്ള തരത്തിലുള്ള സീറ്റ്സാണ്. ഞാൻ എടുത്തു പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് മൊബൈൽ ചാർജിങ് സ്റ്റേഷൻസ്. എല്ലാ പ്ലാറ്റ്ഫോമിലും ചാർജിങ് സ്പേസ് ഉണ്ട്. അതും നല്ല ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ. നമ്മൾ പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും വന്നിട്ട്
ഫോണിലും അതുപോലെ എല്ലാത്തിനും ചാർജ് അത്യാവശ്യം വേണമല്ലോ, അപ്പോൾ അത് വേണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ, വളരെ നല്ല വെള്ളം, അതുപോലെ ബാത്റൂംസൊക്കെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുണ്ട്, വളരെ നീറ്റാണ് ഇവിടെ. സോ നമുക്ക് ഇവിടുത്തെ ഫുഡ് ഔട്ട്ലെറ്റ്സും ചുമ്മാ നോക്കാം. ഇത് ഞാൻ ഫുഡ് വ്ളോഗ് ആക്കണില്ല കേട്ടോ, ഫുഡ് വ്ളോഗ് ആക്കില്ല, എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് കാണാം എങ്ങനെ ഫുഡ് ഔട്ട്ലെറ്റ്സ് ഒക്കെ എങ്ങനെ ഉണ്ട്. എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഉണ്ട്, പക്ഷേ മെയിൻ ഹാളിലായിട്ട് ഒരുപാട് ഫുഡ് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. കൂടുതലും വെജിറ്റേറിയൻ ഫുഡ് ഔട്ട്ലെറ്റ്സ് ആണ്. അതുപോലെ തന്നെ ജ്യൂസ് സെൻറ്റേഴ്സ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ യാത്ര ചെയ്യുന്നവർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കണക്റ്റിംഗ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഇത് വളരെയധികം സൗകര്യപ്രദമാണ്. നമുക്ക് ഇവരുടെ എസ്കലേറ്റർ വഴി മേലെ കയറിയിട്ട് മേലെ എന്തൊക്കെയുള്ളതെന്നൊന്ന് നോക്കിയിട്ട് വരാം. മേലെ 2-3 തുണിക്കട ഉണ്ടെന്നേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഇതെന്തായാലും കൊള്ളാമല്ലേ ബസ് സ്റ്റാൻഡ്. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ജെൻറ്റ്സ് ഡോർമെറ്ററിയും ലേഡീസ് ഡോർമെറ്ററിയും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ പാർക്കിംഗ് സ്ലോട്ട്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഓൾമോസ്റ്റ് 8 പാർക്കിംഗ് ബേസ് ഉണ്ട്. അതിനകത്ത് ഒരുപാട് കാറുകൾ ഉൾക്കൊള്ളിക്കാൻ പറ്റും, അതുപോലെ തന്നെ 2 വീലേഴ്സ്. നമ്മളിനി MTC ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്, കാരണം ഇപ്പോൾ എനിക്ക് തിരിച്ചു പോവേണ്ടതുണ്ട്. ഇവിടുന്ന് നമുക്ക് ഷോലിംഗനല്ലൂരിലേക്കുള്ള ബസ് പിടിക്കണം. അപ്പോൾ ചെന്നൈയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടുന്ന് കീലാമ്പാക്കത്തുനിന്ന് ലോക്കൽ ബസ്സുകൾ അഥവാ MTC ബസ്സസ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് നോക്കട്ടെ. തിരുവാൻമയൂർ ബസ് കിടക്കുന്നുണ്ട്, ത്യാഗരാജ നഗർ അഥവാ ടി നഗർ ബസ് കിടപ്പുണ്ട്, ഷോലിംഗനല്ലൂർ. ഇതാ ഫൈനലി ബാല എന്നെ ബസ് കയറ്റി വിടുന്ന അവസ്ഥയായി. ബാലയെ ബസ് കയറ്റി വിടാനാണ് ഞാൻ വന്നത്, പക്ഷേ പുള്ളിയുടെ ബസ് 10:30-ക്കാണേ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്താൽ എനിക്ക് തിരിച്ച് ബസ് കിട്ടില്ല. അങ്ങനെ നമ്മൾ കിലാമ്പാക്കം ബസ് സ്റ്റാൻഡ് എക്സ്പ്ലോർ ചെയ്തിരിക്കുകയാണ്. കുറേ നാളായിട്ട് വിചാരിച്ചൊരു സംഭവമാണ്. അങ്ങനെ ബാലേനെ ബസ് കയറ്റിക്കിടാൻ കൊടുക്കുമ്പോൾ അത് നടന്നു. തിരിച്ച് നമ്മളിപ്പോൾ ഷോലിംഗനല്ലൂർ പോകണം. ബസ് ഇപ്പോൾ കാലിയാണ്. ഇനി എന്തായാലും ആളുകൾ ഒരുപാട് വരും വഴിയിലൊക്കെ. താമ്പരം വഴിയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചെന്നൈയിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഒരു പുതിയ ബസ് സ്റ്റാൻഡാണ്. എന്തായാലും ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡാണ് ഇപ്പോൾ കിലാമ്പാക്കം. പണ്ട് കോയമ്പേടായിരുന്നു അത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു ചെന്നൈ വീഡിയോയുമായി ഉടനെ കാണാം. ബൈ ഫ്രം അർജുൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.